നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആരാടി ശരത്തിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത്? അവൻ തന്നെ. സ്വന്തം പ്രവൃത്തി ദോഷം അതാ കാരണം. അല്ലാതെ നിനക്കറിയാവുന്നവരല്ല ഇത് ചെയ്തത്. മനസ്സിലായില്ല. ആക്സിഡന്റ് അല്ല അവന് സംഭവിച്ചത്. അവനെ തല്ലിയതാ. വെരി ഗുഡ്. നീ കളിയാക്കാണോടി? തല്ലിയതാരാന്നൊക്കെ ഞങ്ങൾക്കറിയാം. ആണോ? എന്നാ പിന്നെ പോയി പകരം ചോദിക്കമ്മേ. ഇതല്ല ഇതിനപ്പുറവും കിട്ടണം അവന്. അതുപോലത്തെ തോന്നിവാസം അവൻ കാണിക്കുന്നെ. ശങ്കൂറ്റവും കൈത്തണ്ടയ്ക്ക് നല്ല ബലമുള്ള ആളുകള് ഒരുപാടുണ്ടമ്മേ ഈ നാട്ടില്. അവര് പ്രതികരിക്കും, ഇനിയും പ്രതികരിക്കും. അപ്പൊ നിനക്കല്ല അറിയായിരുന്നു? അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാ ആശുപത്രി പോണെന്ന് പറഞ്ഞ് കയറ് പൊട്ടിച്ചപ്പോ ഞാൻ സമ്മതിക്കാതിരുന്നത്. ഇവിടെ വെച്ച് എല്ലാം അവസാനിപ്പിച്ചാൽ അവന് തന്നെ കൊള്ളാം. അല്ലെങ്കിൽ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും ചെയ്യും. എന്റെ മോനെ ദ്രോഹിച്ചവരെ വെറുതെ വിടില്ലടി. ആര്? അമ്മയോ? ശരത്തിന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പിന്നല്ലേ അമ്മ. എന്റെ അമ്മ ഇതവൻ സ്വയം വരുത്തി വെച്ചതല്ലേ. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർക്കേ ഇതൊരു പാഠമായിരിക്കണം. കൊടുത്താലേ പലിശ സഹിതം തിരിച്ചു കിട്ടും. അതിലൊരു സംശയവും വേണ്ട. ഈ നാട്ടിലെ നിയമവും പോലീസും ഒക്കെ ഉണ്ട്. എങ്കിലും അന്വേഷിക്കാൻ പറ മുത്തശ്ശി. ഈയിടെയായിട്ട് പോലീസിലൊന്നും എനിക്കത്ര വിശ്വാസമില്ല. നല്ല പോലീസ് ഉണ്ടായിരുന്നെങ്കിലേ ശരത്ത് ഇതുപോലെ ഇവിടെ ഞെളിഞ്ഞു നടക്കത്തില്ലായിരുന്നു. അവൻ എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. എത്ര പേരെ അവൻ കണ്ണീര് കുടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി അവൻ ചെയ്യാൻ തുടങ്ങി, അതും കാശിന് വേണ്ടി. അത്രയ്ക്ക് അതപ്പതിച്ച ഒരുത്തനെ കാലം വെറുതെ വിടുന്നാണ് അമ്മ വിചാരിച്ചിരിക്കുന്നത്? ഒരിക്കലുമില്ല. ശരത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ അതവൻ അർഹിക്കുന്ന തന്നെയാ. അതിലൊരു സംശയം വേണ്ട ആർക്കും. നീ എന്താ ഈ ആലോചിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ. എനിക്കറിയാം നിന്റെ മനസ്സ് നെരിപ്പോട് പോലെ എരിയുകയാണെന്ന്. അത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല അവളെ, അല്ലേ? തക്കതായൊരു കാരണം ഇപ്പോഴെനിക്ക് കിട്ടിയിട്ടില്ല അച്ഛാ. അതാ ഒരു പ്രശ്നം. ഭാര്യയെ വിശ്വാസമില്ല, അതുപോലെ കാരണമായിട്ട്? എന്തുകൊണ്ട് വിശ്വാസമില്ല? അത് തെളിയിക്കേണ്ടി വരില്ലേ? വിഷ്ണുവിന്റെ കേസ് പറയാലോ. പറയാം, എന്നാലും അതൊരു നാണക്കേടല്ലേ അളിയാ. അവൾക്ക് മാത്രമല്ല എനിക്കും. എന്തൊക്കെ വന്നാലും അവളൊരു സ്ത്രീയല്ലേ. സ്ത്രീകളെ അങ്ങനെ അങ്ങ് അപമാനിക്കാൻ പാടില്ലല്ലോ നമ്മള്. വേറെ നിവർത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? വേറെ വഴിയില്ലെങ്കിൽ ഇത് തന്നെ ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു വഴിയുണ്ടെങ്കിൽ അതിനാ ഞാൻ കാക്കുന്നത്. അങ്ങനെ ഒരു മാർഗം തുറന്നു കിട്ടുമെന്നുള്ള വിശ്വാസമുണ്ടോ നിനക്ക്? ഉണ്ടച്ചാ. ന്യായം എന്റെ ഭാഗത്താണല്ലോ, അതുകൊണ്ട് തന്നെ വഴിയും തെളിയും. വല്ലാത്തൊരു കുടുക്കില അളിയൻ ചെന്ന് പെട്ടിരിക്കുന്നത്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിൽ ചുറ്റി തുപ്പാനും വയ്യ. ഇതൊക്കെ കൊണ്ടാ അന്നേ അവളെ കെട്ടണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. ദേവിക ഇറങ്ങിപ്പോയപ്പോ ഞാനും ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു. ഇവളെ കല്യാണം കഴിക്കണ്ടായിരുന്നു. താലി കെട്ടിയത് പ്രശ്നമായത്. അക്കാര്യത്തിൽ ഞങ്ങൾക്കെല്ലാം തെറ്റുപറ്റി മോനെ. അവളുടെ മനസ്സിലെന്താണെന്ന് കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അനുഭവിക്കേണ്ടി വന്നത് മുഴുവൻ ഞാനല്ല അച്ഛാ. അന്ന് തൊട്ട് ഇന്ന് വരെ സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. മര്യാദയ്ക്കൊന്ന് ഉറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ എത്ര നാളായി. എല്ലാം ദേ ഇവളൊരുത്തി കാരണമല്ലേ. നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാം ശരിയാവും. അവളെ ഒഴിവാക്കാൻ തക്കതായ ഒരു കാരണം നിനക്ക് കിട്ടും.
ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും.